ഒരു മദ്യ മദ്യാസക്തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സാധാരണ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അത് അതിലപ്പുറമൊന്നും ആർക്കും പറയാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം വെച്ചാല് ഇത് തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മദ്യാസക്തി ഒരു വളർന്നു വരുന്ന രോഗമാണെന്നും ഇത് രോഗാവസ്ഥയാണെന്നൊക്കെ ഉള്ളതിന് തെളിവ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനും ഒരു ചികിത്സയിൽ എത്തിപ്പെടാനും വർഷങ്ങൾ, ദശാബ്ദങ്ങൾ, ഏതാനും വർഷങ്ങളല്ല, ദശാബ്ദങ്ങൾ എടുക്കും. 10, 20, 25, 30 വർഷങ്ങളൊക്കെ പിടിക്കും ഇത് മനസ്സിലാക്കി വരാനും. അന്നേരത്തേക്കും സമയമൊക്കെ വൈകിപ്പോവും. അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ജീവഹാനി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മേന്മ നഷ്ടപ്പെടലും, കൂടെ ജീവിക്കുന്നവരൊക്കെ എങ്ങും എത്താതെ ഡെസ്പറേറ്റായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞൊരു വലിയ ദയനീയമായിട്ടുള്ളൊരു ചിത്രമാണ് വാസ്തവത്തിൽ. മദ്യാസക്ത രോഗത്തിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ദയനീയമായിട്ടുള്ളൊരു ചിത്രമാണ്. അത് വാസ്തവത്തിൽ അയാളുടെ കൂടെ ജീവിക്കുന്നവർക്ക് അയാളെക്കാൾ കൂടുതൽ നന്നായിട്ടറിയാം. ഒരുപക്ഷെ അയാളുടെ സുഹൃത്തുക്കൾക്കും അയാളെക്കാളും വളരെ നന്നായിട്ടറിയാം. അയാളോട് സഹതാപവും സ്നേഹമുള്ള പല ആളുകൾക്കും അതറിയാം. പക്ഷെ അയാൾക്ക് മാത്രം ശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവ് അത് എത്രയോ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കഴിഞ്ഞാലും അത് അയാളുടെ ഉള്ളിലേക്ക് എത്തിപ്പെടുന്നില്ല. അപ്പോൾ ആൽക്കഹോളിസം ഡിസീസ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു രോഗം എന്നുള്ള അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഈ മദ്യാസക്തി ഒരു രോഗം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വളരെയധികം ഗുണങ്ങളുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ സാധാരണ ജനങ്ങളാണ് കേട്ടോ, വിവരമില്ലാത്ത ചില ഡോക്ടർമാരും ചില സാധാരണ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ വേറെ രീതിയിലും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് രോഗമാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ മദ്യപാന രോഗം എന്നുള്ളത് ഒരു സദാചാരത്തിൻ്റെതിൽ നിന്നും ഒരു രോഗം എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ അത് സ്വീകരിക്കാനും രോഗത്തിന് ചികിത്സ വേണമല്ലോ, അത് ചികിത്സിക്കാനും എളുപ്പമായി മാറുന്നു. നേരെ മറിച്ചൊരു സദാചാരം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യരെ വേട്ടയാടുന്ന, മനുഷ്യരെ അപമാനിക്കുന്ന സംഗതികളൊക്കെയാണ് ഈ സദാചാരം, മോറൽ ഫെയിലിയർ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഏറ്റവും മഹത്തായ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു രോഗം എന്നുള്ള രീതിയിൽ അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ശാസ്ത്രം, അതിലടങ്ങിയിട്ടുള്ള ഈ സദാചാരത്തെ ഒരു മനുഷ്യത്വം നഷ്ടപ്പെടൽ ആക്കി മാറ്റുന്നു. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രോഗിക്ക് മാത്രം അത് പിടികിട്ടില്ല. അതാണ് എൻ്റെ ഒരു വൈരുദ്ധ്യം. ഇപ്പോൾ ഒരു മോറൽ സദാചാരം എന്ന് വിളിക്കുന്നു. പിന്നെ ഇപ്പോൾ നീതിന്യായ വകുപ്പ് ഒരു സർക്കാരാണെന്ന് വിചാരിക്കും, അവരുടെ ക്രമസമാധാനം നഷ്ടപ്പെടുന്നു, അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു. അവർക്ക് ചിലപ്പോൾ അതായിരിക്കും ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചത് ക്രമസമാധാനം. ഇതൊക്കെ നമുക്ക് ടി വി വൈകുന്നേരം തുറക്കുമ്പോൾ ഇതൊക്കെ അറിയാൻ പറ്റും. അതുപോലെ കൂടെ ജീവിക്കുന്നവർക്ക് എന്തായിരിക്കും അത്, അയാളുടെ കൂടെ ജീവിക്കുന്നവരുണ്ടല്ലോ, അവരുടെ പ്രശ്നം അതിജീവനത്തിൻ്റെയാണ്. ഓരോ ദിവസം എങ്ങനെ അതിജീവിക്കുന്നു, അഡ്ജസ്റ്റ്മെൻ്റാണ് അവരുടെ പ്രശ്നം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഓരോ ദിവസവും. അത് അവരാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. അവർ ഭയങ്കര മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നു, വിഷാദം, എങ്ങനെ നേരിടും എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തകൾ, അവരുടെ ഫീലിങ്സ്, അവരുടെ ദുഃഖങ്ങൾ, അത് ഭയങ്കരമാണ് കേട്ടോ, അത് ഭീകരമാണ്.
അതാണ് വാസ്തവത്തിലൊരു മധ്യാസക്തൻ ഒരിക്കലും ആലോചിക്കാത്തത്. അതാണ് എൻ്റെ കൂടെ എങ്ങനെയാണ്, എന്ത് മനോഭാവത്തിൽ അവർ ജീവിക്കുന്നു, അവരെങ്ങനെ നേരിടുന്നു. അത് അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ അയാൾ മദ്യത്തിൽ നിന്ന് വിട്ടു നിന്ന് കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് പതുക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ വന്ന് കുറച്ച് മീറ്റിങ്ങുകളൊക്കെ ശ്രദ്ധാപൂർവം, ഞാൻ ശ്രദ്ധാപൂർവം എന്നുള്ള വാക്ക് വളരെ ഭംഗിയായിട്ട് പറയണം. കാരണം വെച്ചാൽ അയാൾക്ക് ഈ ശ്രദ്ധ ഉണ്ടാകാനായിട്ട് തന്നെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ പിടിക്കും. ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് അയാൾക്ക് ശ്രദ്ധ കിട്ടണമെങ്കിലേ സമയം പിടിക്കും. അത് അപ്പോൾ അങ്ങനെ ശ്രദ്ധ വരാത്തതുകൊണ്ടാണ് അയാൾ കൂടെ റിലാപ്സ് ആകുന്നത്. വലിയൊരു സംഭവമാണത്. അപ്പോൾ എന്താണ് ഗുണം? എന്താണ് മദ്യാസക്തി? ഒരു രോഗം, ഒരു വളരുന്ന രോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അതിലെന്തൊക്കെയാണ് ഗുണമുള്ളത്? ഒന്ന്, അതിൻ്റെ സത്യമായിട്ടുള്ള ശാസ്ത്രം. രണ്ട്, മനുഷ്യാവസ്ഥകൾ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. അതൊരു കുടുംബം, ഒരു ജോലിസ്ഥലം, ഒരു സമൂഹം, ഒരു അയൽവക്കം, നിയമലംഘനം, ഇതൊക്കെ ഒരാളുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ, ഓരോ ദിവസത്തെ ജീവിതത്തിൽ നേരിടേണ്ട സംഗതികളാണ്. അപ്പം അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം കൂടെ ജീവിക്കുന്നവർ ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ്? എപ്പോൾ, ഏത് നിമിഷത്തിലാണ് അയാളുടെ അനിയന്ത്രിതവും അസാധാരണമായിട്ടുള്ള സ്വഭാവവും പുറത്തിയാടുന്നത്? അവർ ഞെട്ടിത്തരിച്ച് വിറച്ചിരിക്കുകയായിരിക്കും. ഈ രണ്ട് വാക്കുകളുടെ അനിയന്ത്രിതവും അസാധാരണവും ആവർത്തിച്ച് വരുന്ന അയാളുടെ ശാരീരിക, മാനസിക, വൈകാരിക പ്രശ്നങ്ങൾ എപ്പോൾ പുറത്തു ചാടും? അവരങ്ങനെ നെഞ്ചിടിപ്പോടെ അത് കാത്തിരിക്കുക ഓരോ ദിവസവും, അവരുടെ അതിജീവനം. അത് ഒരു മദ്യാസക്തനെ എന്നും മനസ്സിലാക്കുന്നു. അന്ന് അയാൾക്ക് രക്ഷപ്പെടാനുള്ള ആഗ്രഹം, ശക്തമാകാനുള്ളൊരു മനുഷ്യത്വം, ഒരു സാധ്യതയുണ്ട്. എന്ന് വരെ അയാൾക്ക് മനസ്സിലാകുന്നില്ലേ, അന്ന് വരെ അയാൾ വിജയിക്കാനും പോകുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ സത്യമായ കാര്യം അതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ശക്തി കിട്ടും. അയാളുടെ കൂടെ ജീവിക്കുന്നവരിലേക്ക് നോക്കാനുള്ള ശക്തി കിട്ടും. നിർവ്യാജമായിട്ട് സത്യസന്ധതയോട് കാണാനുള്ള ഒരു ധൈര്യം കിട്ടും. ഒരു തൻ്റെ ഇടം അയാൾക്കുണ്ടാവും. ബുദ്ധിശക്തി തിരികെ കിട്ടും. അത് വെറുതെ അല്ല. ഈ ആൽക്കഹോളിക്സ് അനോണിമസിന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളായി അംഗീകരിച്ച് അത് മുന്നോട്ട് പോകുന്നു. ഒന്ന്, ശാസ്ത്രം, ആധുനിക വൈദ്യശാസ്ത്രം, അത് ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടാമത്, മനുഷ്യവംശത്തിൻ്റെ മനുഷ്യത്വം, അതാണ് ആത്മീയത. അവരെങ്ങനെയാണ് ഈ ആത്മീയത കണക്കാക്കുന്നത്, എങ്ങനെയാണ് അവർ മനുഷ്യത്വം പെരുമാറുന്നത്, അതെങ്ങനെയാണ് ഇടപെടുന്നത്, അതിൻ്റെ രണ്ടിൻ്റെയും ഉള്ളിലാണ് ഈ പ്രോഗ്രാം ഒതുക്കി വെച്ചേക്കണത്. അത് മനസ്സിലാക്കാതെ ഈ പ്രോഗ്രാമിൽ വന്ന് ഇരുന്നാലും ശരിയാവുമെന്ന് തോന്നുന്നില്ല, രക്ഷപ്പെടാനും സാധ്യതയുണ്ടോയെന്നും തോന്നുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനും അതിലൂടെ ജീവിക്കാനും, വാസ്തവത്തിൽ അത് ഭയങ്കര അതിശയകരമായിട്ടുള്ള മാറ്റങ്ങൾ, കഴിവുകൾ ഒക്കെയാണ് ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ 1935 ശേഷം ഈ കോടിക്കണക്കിന് ആൾക്കാർ ഈ പ്രോഗ്രാം സ്വീകരിച്ച് രക്ഷപ്പെട്ടവർ. ഇതിൽ രക്ഷപ്പെട്ടവരെന്ന് പറയുമ്പോഴത്തേക്കും മദ്യാസക്തർ മാത്രമല്ല, ഈ അറിവ് കിട്ടിയവർ, അയാളുടെ കൂടെ ജീവിച്ചവർ, ഈവൺ അയാളുടെ സുഹൃത്തുക്കൾ, അയാൾക്ക് ജോലി കൊടുത്തവർ, അയാളെ മനസ്സിലാക്കിയവർ, പല ആളുകളിലേക്കും ഈ എഡ്യൂക്കേഷൻ, ഈ ഒരു വിദ്യാഭ്യാസം, ഈ ഒരു അറിവ് പല ആളുകളിലേക്കും കിട്ടി. അങ്ങനെ കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് അത് കിട്ടി, അതിൻ്റെ മഹത്വം മനസ്സിലായി. അപ്പോൾ ആദ്യകാലത്തൊന്നും ഈ വൈദ്യശാസ്ത്ര സംഘടനകൾ പോലും ഇത് അംഗീകരിച്ചില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1935 നമ്മൾ ഈ പ്രോഗ്രാം സ്ഥാപിതമായത്.
1935 ജൂൺ 10-ാം തീയതി. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു. എത്രയോ വർഷം മുമ്പ്, അതിൻ്റെ മുമ്പ്, ഈ 35 വർഷം മുമ്പ് തന്നെ ഡോക്ടർ ബോബും അതുപോലെ ബിൽ വിൽസണും തമ്മിലുള്ള ബന്ധം, എബി, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ, അവരുടെ ജീവിതം, അവരെ സഹായിച്ച ആളുകൾ, അവരിൽ കൂടിയൊക്കെ ഇത് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും 1935 അത് സ്ഥാപിതമായത്. അപ്പോൾ അതിനുശേഷം 1956, അപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞു, 1956 ലോകാരോഗ്യ സംഘടന മദ്യാസക്തി, പ്രത്യേകിച്ചും അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനാണ്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ആദ്യം 1956 ഇത് രോഗമാണെന്ന് പറഞ്ഞത്, ഡിസീസ്. അതും കഴിഞ്ഞിട്ട് 1969 ഈ അമേരിക്കയിലെ ഫിസിഷ്യൻ അസോസിയേഷൻ അവർ മനസ്സിലാക്കിയത്. പിന്നീട് പല ലോകത്തിലെ മെഡിക്കൽ അസോസിയേഷനൊക്കെ അത് സമ്മതിച്ചു. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാ പോകുന്നത്? ഈ ആൽക്കഹോളിക്സ് അനോണിമസിനാണ്. അവരാണ് ശരിക്കത് കണ്ടുപിടിച്ച് അവരെ സഹായിച്ചവരും. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ മുൻഗണന ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പ്രോഗ്രാമിന് തന്നെയാണ്. അപ്പോൾ ഒരു രോഗമാകുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്ത് രോഗമാണെന്ന് ചോദിക്കും. ഇതെന്ത് രോഗമാണ്? ഇതെന്ത് രോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യമേ തന്നെ ഉത്തരം പറയാവുന്ന ഒരു റീസൺ, ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിൻ്റെ രോഗമാണ്. ഇറ്റ്സ് എ ഡിസീസ് ഓഫ് ദ മൈൻഡ്. ഒരു മദ്യാസക്തൻ മദ്യം കഴിക്കുന്ന അയാളുടെ മനസ്സ് പറഞ്ഞിട്ടാണ്, മനസ്സ് തോന്നിപ്പിച്ചിട്ടാണ്, മനസ്സിൻ്റെ പ്രേരണയാണ്. അയാള് മറ്റുള്ളവർ അങ്ങനെയുള്ള കാര്യം ചെയ്തിട്ട് അത് കണ്ട് മനസ്സിലാക്കിയ അയാളുടെ മനസ്സാണ് അയാളെ പ്രേരിപ്പിച്ചത്. അപ്പോൾ മനസ്സിൻ്റെ രോഗം എന്നാണ് പറയണത്. മനസ്സെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? മനസ്സെന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രെയിനാണ്. ഏറ്റവും വലിയ ശാസ്ത്രം അതാണ്. മനസ്സെന്ന് നമ്മൾ പറയണത് നമ്മുടെ ബ്രെയിൻ, തലച്ചോറും അതിൻ്റെ ഘടന, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ്സ് എ ബ്രെയിൻ ഡിസീസ്. ഒരു തലച്ചോറിൻ്റെ രോഗമാണ്. അത് മുന്നോട്ട് വളരുന്ന രോഗമാണ്. അത് ഏറ്റവും വലിയ കഴിവുകേട്, പരാജയങ്ങൾ, യാതനകൾ അത് അയാൾക്കും അയാളുടെ കൂടെ ജീവിക്കുന്നവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ ലോകത്തിന് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്റ്റേറ്റ് മനസ്സിലാക്കുന്നത് അതുപോലെ മറ്റാളുകൾ മനസ്സിലാക്കുന്നത് ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സമൂഹത്തെയും രാജ്യത്തെയും നമ്മളെ എല്ലാ ബന്ധങ്ങളെയും എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ മറികടക്കുന്ന ഒരു മാരക രോഗമാണിത്. ഇതിങ്ങനെ വെറും വാക്കുകളിൽ പറഞ്ഞാൽ അല്ല, ഇത് അനുഭവത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇതൊക്കെ പറയുന്ന അനുഭവങ്ങൾ. ആ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, ആ അനുഭവങ്ങൾ ഉണ്ടാക്കി വെച്ച യാഥാർത്ഥ്യങ്ങൾ, അതിൽ നിന്ന് പഠിച്ചിട്ട് അതിനെ മറികടന്നത്, ഇതെല്ലാം കൂടി ചേർന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ നമ്മൾ ബൈഹാർട്ട് പറയുന്നതല്ല. നമ്മൾ അനുഭവിച്ചത്, നമ്മൾ പഠിച്ചത്, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കഴിവുകൾ, യാതനകൾ, തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്നാണ്. അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയ ആൾക്കാരും എല്ലാം കൂടി ചേർന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പരാജയം സംഭവിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക, ഡയഗ്നോസ് എന്ന് വെച്ചാൽ മദ്യാസക്തി ഒരു രോഗമാണെന്ന് കണ്ടുപിടിക്കുന്നത്. അവിടെയാണ് പരാജയം, ഏറ്റവും കൂടുതൽ പരാജയം. അപ്പോൾ ഇത് പല ആൾക്കാരും വിചാരിക്കുന്നത് ഈ മദ്യാസക്തൻ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല, അയാൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്താണ് അയാളുടെ പ്രശ്നം? പക്ഷെ അയാൾ
കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ കൂടെ ജീവിക്കുന്നവർ അത് കണ്ടുപിടിക്കുന്നുണ്ട്. ഒരുപക്ഷെ അയാളുടെ നല്ല സുഹൃത്തുക്കൾ അത് കണ്ടുപിടിക്കുന്നുണ്ട്. ചിലപ്പോൾ അയാളുടെ ക്ഷേമത്തിൽ താല്പര്യമുള്ള മറ്റുള്ള ആൾക്കാരും അത് കണ്ടുപിടിക്കുന്നുണ്ട്. അയാൾ ഒരു എന്താ ഒരു അടിപ്പിടൽ ആണ്, അയാൾക്ക് ഒരു അടിമത്തത്തിൽ പെട്ടിട്ടുണ്ട് അയാൾ. അത് അവർക്ക് മനസ്സിലാവും, പക്ഷെ ഇയാൾക്ക് മാത്രം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ അവരോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്താണ് മദ്യാസക്ത രോഗം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 2 വാചകത്തിൽ പറയാൻ കഴിവുള്ളവരായിരിക്കണം, മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കണം, എങ്കിലാണ് രക്ഷപ്പെടുകയുള്ളൂ. കാരണം മദ്യാസക്തി എന്ന് പറഞ്ഞ രോഗം അത് മുന്നോട്ട് മുന്നോട്ട് വളരുന്ന തലച്ചോറിൻ്റെ ഒരു രോഗമാണ്. അത് പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത് മാനസികമായിട്ടുള്ള അവസ്ഥകളുടെ കുഴപ്പത്തിലൂടെയാണ്. അതെവിടെയാണ് മാനസിക കുഴപ്പം? അയാളുടെ ചിന്തകൾ, അയാളുടെ തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ, അയാളുടെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ പറ്റിയൊക്കെ അയാൾക്ക് ഈ ലോകത്തെ പറ്റി മനസ്സിലാക്കാനുള്ള യാഥാർത്ഥ്യ ബോധം, ഇതിനൊക്കെ ബാധിക്കുന്ന ആവർത്തിക്കപ്പെടുന്ന അസാധാരണമായ രോഗമാണത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് എത്ര സീരിയസ് ആണ്. പിന്നെ അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഒരു 4-5 കാര്യങ്ങളുള്ളൂ, അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഞാൻ രോഗത്തിൻ്റെ ഉള്ളിലാണെന്ന് തിരിച്ചറിയാൻ ഒരാൾക്കൊരു പ്രശ്നമില്ല. ഒന്ന്, അയാൾ അതിനോടൊരു ആർത്തി, ഒരു ലഹരി വസ്തു ഉപയോഗിക്കുക, അതിനോടൊരു ആർത്തി. അത് മദ്യവും മറ്റു ലഹരിയാകാം, അത് ഉപയോഗിക്കുന്ന മറ്റു ബന്ധപ്പെട്ട സംഗതികളാകാം. അപ്പോൾ ഉദാഹരണം, മദ്യം ഉപയോഗിക്കുന്ന ആൾ സിഗരറ്റ് വലിക്കും, അപ്പോൾ അയാൾ ഡബിൾ അഡിക്ഷനാണുള്ളത്, നിക്കോട്ടിൻ ആൻഡ് ആൽക്കഹോൾ. അപ്പോൾ അത് അയാൾ അതിനോട് ആർത്തി ഉണ്ടാകുക, ഉപയോഗിക്കുന്ന സാധനത്തിനോട് ആർത്തി ഉണ്ടാകുക, ആവർത്തിച്ച് ഉപയോഗിക്കാനുള്ള താല്പര്യം ഉണ്ടാകുക, അത് അസാധാരണമായിട്ടുള്ള ആവർത്തനമാകുക. അതിലൂടെ അയാൾക്ക് എന്ത് പറ്റുന്നു? അത് ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ, അത് അയാൾക്ക് കുഴപ്പമുണ്ടാക്കുന്നു. അയാൾ അറിയുന്നില്ല, അയാളുടെ കൂടെ ജീവിക്കുന്നവരത് അറിയുന്നു. അതാണ് മദ്യാസക്ത രോഗം. അപ്പോൾ ആർത്തി. രണ്ടാമത്, അയാൾക്ക് അനിയന്ത്രിതവും അസാധാരണമായ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ രോഗലക്ഷണം. മൂന്നാമത്തെ, എപ്പോഴും അയാളുടെ ഉള്ളിൽ നിന്ന് ഇത് ഉപയോഗിക്കാനുള്ള നിർബന്ധം പുറത്ത് ചാടിക്കൊണ്ടിരിക്കും. ഈ പുറത്ത് ചാടുന്നത് അയാളുടെ ചുറ്റുപാടാണ് അയാളെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. അയാളുടെ സമൂഹം, അയാളുടെ സുഹൃത്തുക്കൾ, അയാൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ, വസ്തുക്കൾ, ഇടപെട്ടുള്ള വസ്തുക്കൾ ആയിട്ട് ഓർമ്മകൾ, ഇമേജസ് ഒക്കെ അയാളുടെ ബ്രെയിനിലേക്ക് വരും. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഒന്നാമത് ആർത്തി, രണ്ടാമത് അയാളുടെ കൺട്രോൾ, അനിയന്ത്രിതത്വം, മൂന്നാമത് അയാളുടെ നിർബന്ധം, നാലാമത് വരുന്നത് വരും വരായികളെക്കുറിച്ച് അറിഞ്ഞിട്ടും അത് ആവർത്തിക്കുന്ന സ്വഭാവം. ഇത് മറക്കാൻ പാടില്ല. അയാൾക്ക് മറ്റാരേക്കാളും വരും വരായികൾ അറിയാം മദ്യം കഴിച്ച് എന്ത് വരുമെന്ന്. അതറിഞ്ഞിട്ടാണ് അയാളത് ഉപയോഗിക്കുന്നത്. അവിടെ ഒരു മാനസിക കുഴപ്പമില്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? ഒരാൾ വരും വരായികൾ അറിഞ്ഞിട്ടും ആ സംഗതിയിലേക്ക് തന്നെ പോയിട്ട് കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത്, അതൊരു മാനസികമായിട്ട് സമനില തെറ്റുന്ന ഒരാളുടെ പ്രശ്നമല്ലേ? അവിടെ തന്നെ അതിന് ഉത്തരവുണ്ട്. ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ മദ്യാസക്ത രോഗത്തിനെ വിളിക്കുന്നത്, ലോകാരോഗ്യ സംഘടന വിളിക്കുന്നത് ഒരു മാനസിക രോഗവും ഒരു സ്വഭാവ വൈകല്യ രോഗവും എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തന്നെ ഒരാൾക്ക് വരാൻ പോകാമെന്ന് അറിയുകയാണെങ്കിൽ അയാൾ അതിൻ്റെ ഉള്ളിലേക്ക് ചാടാൻ ആരും ധൈര്യപ്പെടില്ല. ഇത് ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് അറിയുകയാണെങ്കിൽ അതിലേക്ക് ചാടാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ റിലാപ്സും, ഓരോ പുനർപതനവും എന്തിൻ്റെ ലക്ഷണമാണ്? ശക്തമായ ഒരു മാനസിക സമനില തെറ്റലും ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ പല ആൾക്കും പറ്റില്ല. ഒരാൾ മദ്യം കഴിക്കുമ്പോൾ അത് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുമോ? പക്ഷെ ലോകാരോഗ്യ സംഘടന എഴുതി വെച്ചേക്കണത് അത് മാനസിക രോഗമാണ്,
അത് സ്വഭാവ വൈകല്യ രോഗമാണ്. ഇത് രണ്ടും മാറിയത് ഇങ്ങനെ കുഴപ്പമുണ്ടായത് അയാളുടെ ബ്രെയിനിൽ കുഴപ്പമുണ്ടായിട്ട്, ആ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിനാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്, അതിൽ കൂടിയാണ് അത് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ അയാളുടെ രോഗലക്ഷണങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ സംഘടിതമായിട്ടുള്ള വൈദ്യശാസ്ത്രം ഇപ്പോഴും പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള രോഗികളെ പുറത്ത് നിർത്തുന്നുണ്ട്. മറ്റേത് നിസ്സാര രോഗമുള്ളവരെ അകത്ത് നിർത്തുമ്പോൾ ഇത് പുറത്ത് അതിനെ നിർത്തുന്നത്, ഇത് സമൂഹത്തിൻ്റെ മൊത്തം ഒരു സ്വഭാവ രീതിയാണ്. വൈദ്യശാസ്ത്രം അതിനെ അത്ര കണക്കാക്കുന്നില്ല. ഒരു മദ്യാസക്തൻ മദ്യത്തിൻ്റെ ഗന്ധമൊക്കെ ആയിട്ട് ഒരു മുറിവൊക്കെ പറ്റി ഒരു കാഷ്വാലിറ്റിയിലേക്ക് വരിക, ആരയാളെ മൈൻഡ് ചെയ്യുന്നത്? അയാൾ ഒഴിവാക്കാൻ നോക്കും. ആദ്യം തുടക്കം പോലെ അയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കും. വേറെ ഒരു ചെറിയ തലവേദനയോ ജലദോഷമൊക്കെ വന്ന ആളെയൊക്കെ ആദ്യം പരിശോധിക്കും. ഇയാളവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളെ വിളിക്കായിരിക്കും. അപ്പോൾ അവിടെ നമുക്കറിയാം, ഈവൻ വൈദ്യശാസ്ത്രം വരെ അവരെ അകറ്റി നിർത്താനാണ് നോക്കുന്നത്. വാസ്തവത്തിൽ അവിടെ കുറച്ച് പാളിച്ചകളുണ്ട്. വാസ്തവത്തിൽ വൈദ്യശാസ്ത്രത്തിനെ പറ്റുന്ന സ്റ്റേറ്റ് പൊളിറ്റിക്സിന്, ഈ ശരിക്കും നമ്മുടെ രാഷ്ട്രീയത്തിനും അതുപോലെ നമ്മുടെ നിയമങ്ങൾക്കും നമ്മുടെ എല്ലാത്തിനും ഇതൊരു നിസ്സാര സംഗതിയാണെന്ന് കരുതുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ ഏറ്റവും വലിയൊരു പരാജയം, ചികിത്സയുടെ പരാജയം അത് തന്നെയാണ്. രോഗികൾ രക്ഷപ്പെടാത്തതിൻ്റെ പരാജയം അത്. കാരണം കൂടെ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന വിഷമങ്ങളുടെയും ഒരു പരാജയം ഇതുകൊണ്ട് തന്നെയാണ്. ഇതിനെ കണക്കിലെടുക്കുന്നില്ല, അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അതെല്ലാം വാസ്തവത്തിൽ ഇന്നിപ്പോൾ വൈദ്യശാസ്ത്രം തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ ഏതാണ് സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം, സീരിയസ് ആയിട്ടുള്ള അവസ്ഥ എന്ന് അതിന് മനസ്സിലാക്കാൻ പറ്റൂല്ലെങ്കിൽ ഇതൊരു പരാജയം തന്നെയായിട്ട് എനിക്കും തോന്നണം. വാസ്തവത്തിൽ ഈ അകറ്റി നിർത്തലും പ്രശ്നങ്ങൾ, ഒരു മദ്യാസക്തൻ വയലൻ്റ് ആവുകയാണെങ്കിൽ, ഒരു ആശുപത്രിയിലേക്ക് വരുവാണെങ്കിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അയാൾക്ക് മദ്യം കഴിച്ചില്ലെങ്കിലും വയലൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അയാൾക്കൊരു പനി വന്നാൽ വയലൻ്റ് ആകാൻ പറ്റും, ഡെലിവറിയും. അത് തലച്ചോറിന് എന്തെങ്കിലും ഒരു അല്ലാത്ത തരത്തിലുള്ളൊരു കുഴപ്പം ഉണ്ടെങ്കിൽ അയാൾക്ക് വയലൻ്റ് ആകാൻ പറ്റും. അപ്പോൾ എല്ലാം ഒരേ കരുതലോടെ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വയലൻ്റ് ആകുമ്പോഴത്തേക്കും ഒരു പ്രശ്നമുണ്ട്. അയാളുടെ മാത്രം പ്രശ്നമല്ല, അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും കൂടി പ്രശ്നമാണത്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കപ്പെടേണ്ട രോഗി അയാളാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേഴ്സൺ അതാണ്. സുഹൃത്തുക്കളെ, ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു മദ്യാസക്തൻ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ കരുതലിന് നേരെ എതിരാണ് അവിടെ ഒരു മദ്യാസക്തന് കൊടുക്കുന്ന ബഹുമാനം, സ്വീകാര്യത. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും തോന്നണം. ഇവിടെ ഞാൻ സംസാരിക്കുകയാണെങ്കിലോ, നമ്മുടെ പ്രോഗ്രാമിലെ സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുകയാണെങ്കിലോ, അവർ എത്ര കരുതലോടുകൂടിയാണ് ആദ്യമായിട്ട് വരുന്ന ആളുകൾ. അതാണ് കറക്റ്റ്, അത് തന്നെയാണ് ശരിയായ കാര്യം, അതാണ് ശരിയായ കാര്യം. അപ്പോൾ അയാൾക്കത് ഫീൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു മദ്യാസക്തനോട് സമീപിക്കുമ്പോൾ സമീപിക്കുന്ന ആൾ ഒരു വലിയ ഹയർ ലെവലിൽ നിന്ന് ഞാൻ ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ സമീപിക്കുമ്പോൾ അയാളുടെ സമീപനം വേറെ ആയിരിക്കും. കാരണം ഈ രോഗം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമീപനത്തിൽ തന്നെ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ നിയന്ത്രണം എന്ന് പറയുന്ന വാക്കിനെ പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത്, അത് ഞാനൊന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഒരു മദ്യാസക്ത രോഗിക്ക് നിയന്ത്രണം ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? നിയന്ത്രണം, ഇത് മദ്യത്തിൻ്റെ അളവ് കൂടിയിട്ടുള്ള നിയന്ത്രണത്തെക്കാൾ ഏറെ അയാളുടെ
മനസ്സുകൊണ്ട്, അയാളുടെ തലച്ചോറുകൊണ്ട് അയാൾ ഇതിനെ മനസ്സിലാക്കും. അതിൻ്റെ ഉള്ളിലേക്ക് പോകരുത്. അതിപ്പോൾ അയാൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകണം, അയാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില നിമിഷങ്ങൾ നേരിടാൻ മദ്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കണം എന്ന് അയാളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാക്കും. പക്ഷെ അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അതാണ് അനിയന്ത്രിത്വം. അയാൾക്കത് ഇപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്, അന്ന് എനിക്ക് മദ്യം കഴിക്കാൻ പാടില്ല, അത് അയാൾ അങ്ങനെ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, അത് ചിന്തകളാകാം, തോന്നലുകളൊക്കെ ആയിരിക്കാം, അത് നടപ്പിലാക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അതാണ് അനിയന്ത്രിതത്വം. മദ്യം കഴിച്ച് കൂടി കഴിയുമ്പോഴത്തേക്കും നിയന്ത്രണം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അനിയന്ത്രിതവും, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് പറഞ്ഞ അർത്ഥം എന്തെന്നാ? മദ്യം കഴിക്കുന്ന സമയത്തും കഴിക്കാത്ത സമയത്തും ഒക്കെ തന്നെ ജീവിതം ശരിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, മാനേജ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമ്മൾ ഈ പുതുതായിട്ട് വന്ന സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് മദ്യം കഴിക്കാത്തപ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ തന്നെ ജീവിതം അസാധാരണവും അനിയന്ത്രിതവുമായി പോകുന്നു. അത് കൊണ്ടു നടക്കാൻ പറ്റാത്ത രീതിയിലാവുന്നു. പിന്നെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ ഉള്ളൊരു കാര്യം പറയാം. ചികിത്സ എന്താണ്? മദ്യാസക്ത രോഗത്തിൻ്റെ ചികിത്സ എന്താണെന്ന് ഏതൊരാൾക്കും അറിയാം. അത് അയാൾ ഇതിലേക്ക് ചികിത്സിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് അറിയാം അതിൻ്റെ ചികിത്സ. ആർക്കും അറിയാം. അപ്പോൾ എന്താണ് ചികിത്സ? വിട്ടുനിൽക്കൽ, മദ്യം ഒഴിവാക്കുക, വിട്ടുനിൽക്കലാണ്. അബ്സ്റ്റിനൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അബ്സ്റ്റിനൻസ്, അതിനെ ഒഴിവാക്കുക. ആ ഒഴിവാക്കി, ആ ആപൽ സാധ്യതകളെ ഒഴിവാക്കി പൊരുത്തപ്പെട്ട് ഓരോ ദിവസവും പൊരുത്തപ്പെട്ട്, അങ്ങനെ പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് യേസ് ആവുകയാണോ നോ ആവുകയാണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇയാൾ ഇന്ന് മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ ഒരു 3 ആഴ്ചയായി. അയാൾ ആഗ്രഹിക്കുന്നത്, എനിക്ക് വലിയ ആപത്തുള്ള ഈ സാധ്യതകളൊക്കെ അതിനെയൊക്കെ അതിജീവിച്ച് എനിക്ക് മുമ്പോട്ട് പോകണം, വിട്ടു നിൽക്കണം. അങ്ങനെ അയാൾ പൊരുത്തപ്പെടുവാണ്. മദ്യത്തിൽ നിന്ന് വിട്ടു നിന്ന് അയാൾ പൊരുത്തപ്പെടുവാണ്. വാസ്തവത്തിൽ അയാൾ പൊരുത്തപ്പെടുകയെന്ന് വെച്ചാൽ പല കാര്യങ്ങളുണ്ട്. അയാൾക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അയാളുടെ കൂടെ ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ, അയാളുടെ ജോലി സ്ഥലം, അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പൊരുത്തപ്പെട്ട് അയാൾ മുമ്പോട്ട് പോവാണ്. പക്ഷെ നേരത്തെ അയാൾ പൊരുത്തപ്പെട്ടിരുന്നത് മദ്യം കഴിച്ചിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കഴിക്കാതെ പൊരുത്തപ്പെടുന്ന ഒരു പുതിയ രീതിയാണ്. ആ രീതി എന്താകുന്നു? അത് യെസ് ഓർ നോ എന്ന് വെച്ചാൽ, യെസ് എന്താണ്? യെസ് എന്ന് പറഞ്ഞാൽ എന്താ? മദ്യം കഴിക്കാതെ മുമ്പോട്ട് പോവുക. അത് അയാൾക്ക് ശരിക്കും ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു മറ്റൊരു അവസ്ഥ, ഒരു ഓൾട്ടർനേറ്റീവ്, അതായത് പതിവിന് വിപരീതമായിട്ടുള്ള നല്ലൊരവസ്ഥ, അത് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാക്കുന്നു. ആ അർത്ഥം ഉണ്ടാക്കുന്നതിൽ കൂടി അയാൾ വീണ്ടും വിട്ടു നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഓരോ ദിവസം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് യെസ്. അപ്പോൾ ആ യെസ് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം അയാൾ മുന്നോട്ട് പോകും. നേരെ മറിച്ച് പെട്ടെന്നൊരു ഇടിമിന്നൽ പോലെ എന്തോ ഒന്ന് സംഭവിക്കുന്നു, അവിടെ നോ ആയി മാറുന്നു, അസാധ്യം, കുടിക്കുന്നു. വിട്ടു നിൽക്കൽ എന്നുള്ള ആ പരിപാടി വയലേറ്റ് ചെയ്തു, അതിനെ ലംഘിച്ചു. അപ്പോൾ കൂടുതൽ മദ്യം വിട്ടു നിന്ന് കഴിഞ്ഞാൽ പിന്നെ കൂടുതലാണ്, പഴയതിലും കൂടുതലായിട്ടുള്ള അളവിലും കൂടുതൽ സമയവും മദ്യം കഴിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ നോ എന്നുള്ളതിലേക്ക് പോയി. അപ്പോൾ 2 തരത്തിലുള്ള സ്വഭാവമുണ്ട് ഇവിടെ. ഈ 2 തരത്തിലുള്ള സ്വഭാവത്തിൽ എന്താണ് വ്യത്യാസം? ഒന്ന്, ഈ
യെസ് എന്ന് പറഞ്ഞു, ഞാൻ ഇനി വിട്ടു നിൽക്കുവാണ്. യെസ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അവിടെ ഒരു ക്രിയാത്മകമായിട്ട് സ്വയം വിമർശനമുണ്ട്, സ്വയം മനസ്സിലാക്കലുണ്ട്, എഡ്യൂക്കേഷനുണ്ട്, സ്വയം വിദ്യാഭ്യാസമുണ്ട്. അതിൽ കൂടെ അയാൾ പോവാണ്. നോ, ഈ ഞാൻ പറഞ്ഞില്ലേ ഇടിമിന്നൽ പോലെ പെട്ടെന്ന് നോ വന്ന്, ആ നോ എവിടെ നിന്നും അറിയാതെ പെട്ടെന്ന് വന്നത്. അതെന്തായിരിക്കും കാരണം? അത് അയാളുടെ ചുറ്റുപാട്, അയാളുടെ ചിന്തകൾ, തോന്നലുകൾ, അയാളുടെ വികാരങ്ങൾ, അത് ആളുകളാകാം, പുതിയ സ്ഥലങ്ങളാകാം, പലതരം വസ്തുക്കളാകാം. അതൊക്കെ പെട്ടെന്ന് അയാളുടെ ഒരു, ഇത് പറഞ്ഞില്ലേ ഇടിമിന്നൽ പോലെയാണ് അത്. അയാളെ നനച്ചിരിക്കാതെ പെട്ടെന്ന് അയാളിലേക്ക് വന്നങ്ങ് വീണ, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയാൾക്ക് കുടിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഈ വിട്ടുനിൽക്കൽ, അബ്സ്റ്റിനൻസ്, വിട്ടുനിൽക്കൽ എന്നുള്ള ചികിത്സാ രീതി പരാജയപ്പെട്ടു. അതിനാണ് റിലാപ്സ് എന്ന് പറയുന്നത്. അത് പല പ്രാവശ്യം ആ റിലാപ്സ്, ഓരോ റിലാപ്സും ഓരോ മാരകമായിട്ടുള്ള അടിയാണ് തലച്ചോറിന്. തലച്ചോറിനെ സംബന്ധിച്ച് ഒരു മാരകമായിട്ടുള്ള ഒരു പ്രഹരമാണത്. കാരണം ഈ തലച്ചോറിൽ ഇലക്ട്രിക്കൽ വയറിങ്, അവിടെയുള്ള ഈ ന്യൂറോ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ഈ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ച് കൊണ്ടുപോകുന്ന ഇലക്ട്രിക്കൽ വയറിങ്, അതിൻ്റെ ഉള്ളിൽ ഒത്തിരി കെമിക്കൽസ് ഉണ്ട്, ന്യൂറോ കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നൊക്കെ പറയും. അത് പലതരത്തിലുണ്ട്. പലതരത്തിലുള്ളത് കൊണ്ടാണ് നമുക്ക് പല സ്വഭാവങ്ങൾ വരുന്നത്, പല വികാരങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ളതാണെങ്കിൽ ഒരേ വികാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ തലച്ചോറിലെ ഈ ഇലക്ട്രിക്കൽ വയറിങ്ങിൽ സർക്യൂട്ടിന് പലതരം സർക്യൂട്ടുകളാണ്. ഓരോന്നിൻ്റെയും പ്രവർത്തനത്തിന് വ്യത്യാസമുണ്ട്. ചിലതൊക്കെ ഉത്തേജനത്തിന്, ചിലതൊക്കെ നമ്മൾ സമാധാനം ഉണ്ടാക്കാനാണ്, മന്ദീഭവിപ്പിക്കാനാണ്, ചിലതൊക്കെ സന്തോഷം ഉണ്ടാക്കാനാണെങ്കിൽ, ചിലതൊക്കെ ആങ്കർ, ദേഷ്യം ഉണ്ടാക്കാൻ, ചിലതൊക്കെ നമുക്ക് ഭയം ഉണ്ടാക്കാനാണ്, അങ്ങനെ വെറുപ്പുണ്ടാക്കാനാണ്, അമിത സന്തോഷം ഉണ്ടാക്കാനുള്ള, സങ്കടം ഉണ്ടാക്കാനാണ്. അങ്ങനെ ഓരോ തരത്തിലും തലച്ചോറിൽ ഇലക്ട്രിക്കൽ വയറിംഗ് ഉണ്ട്. അതാണ് ഇമോഷൻസിൻ്റെയൊക്കെ അടിസ്ഥാനം. ഇതുകൂടാതെ നമ്മൾ തലച്ചോറ് കേന്ദ്ര നാഡീവ്യൂഹം എന്നൊക്കെ പറയും. തലച്ചോറിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏതാനും മില്ലിമീറ്റർ മാത്രം കട്ടിയുള്ള സ്ഥലം തലച്ചോറിൻ്റെ ആ ഭാഗത്തു നിന്നാണ് നമ്മളെ ഉന്നത ചിന്തകൾ, ഹയർ തിങ്കിങ് എന്ന് പറയും. ഹയർ തിങ്കിങ്, ഏറ്റവും ഔന്നത്യമുള്ള നമ്മുടെ ചിന്തകൾ, ആ ചിന്തകൾ നമ്മൾ ക്രിയാത്മകമായി മാറ്റുന്നു. അത് നമ്മുടെ വലതുവശത്തുള്ള തലച്ചോറും ഇടതുവശത്തെ തലച്ചോറും ഒരുമിച്ച് ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്ത് പരസ്പരം യോജിപ്പിച്ച് ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനം നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ച് അങ്ങനെ തലച്ചോറ് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ ചില പദ്ധതികൾ ആസൂത്രണമൊക്കെ ചെയ്യാൻ പറ്റും. ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യണ്ട, അങ്ങനെ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ജഡ്ജ്മെൻ്റ് ഉണ്ട്. വരും വരായികൾ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. തീരുമാനം എപ്പോൾ എടുക്കണം തീരുമാനിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറയില്ല, ഏറ്റവും ടോപ്പിലുള്ള തലച്ചോറിൻ്റെ ഒരു വെറും 4 മില്ലിമീറ്ററൊക്കെ കനമുള്ള തലച്ചോറിൻ്റെ ആ ഭാഗത്താണ് ഈ സർക്യൂട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സോഷ്യലായിട്ടുള്ള, നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ, അതിലുള്ള നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ സ്നേഹം, അതുപോലെ നമ്മുടെ ഭയം. നമ്മൾ ഭയമുള്ളപ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കുക. നമ്മളെ ഭയപ്പെടുത്തുന്നത് നമ്മളെ കൊല്ലാനാണ് വരുന്നതെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കും. നേരെ മറിച്ച് ബലഹീനനായിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ കീഴ്പ്പെടുത്താൻ നോക്കും. അപ്പോൾ അവിടെ നമ്മൾ വരുംവരായികളൊക്കെ ആലോചിച്ചു പെരുമാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തലച്ചോറിന് ഈ പെരുമാറ്റം ഇതൊക്കെ പോവും. ഇതെല്ലാം ഈ സർക്യൂട്ട് കേട് വരുന്നതോടുകൂടി ഇതൊക്കെ പോവും. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ല. അമിത ഭയമായിരിക്കാം. ഭയം കൊണ്ട് സിറ്റുവേഷനെ നേരിടാൻ പറ്റില്ല. സങ്കടം കൊണ്ട് നേരിടാൻ പറ്റില്ല. സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ അലങ്കോലപ്പെട്ട് സ്വീകരിക്കപ്പെടില്ല.
മറ്റുള്ളവർക്ക് തോന്നും ഇത് ഇയാളുടെ വെറും അഭിനയമാണ്, ഇയാളുടെ ഉള്ളിൽ വെറും പൊള്ളയായ സാധനമാണ്. അപ്പോൾ നമ്മൾ ഒരു വികാരം പ്രകടിപ്പിക്കുക, മറ്റൊരാൾക്ക് കൂടി അത് ഫീൽ ചെയ്യണം. അങ്ങനെയാണ് മനുഷ്യൻ്റെ തലച്ചോറ് ശരിയാക്കിയേക്കണം. അങ്ങനെ അതൊരു കണ്ണാടിയിൽ നോക്കുന്ന പോലെ. ഒരാൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അയാളുടെ മുഖം അയാളെ കാണുന്നു, അയാളുടെ ചിത്രം കാണുന്നു. വേറൊരാൾ അയാളുടെ അടുത്ത് നിന്ന് അയാളെയും കാണുന്നു, അയാളുടെയും ചിത്രം കാണുന്നു ആ കണ്ണാടിയിൽ. അപ്പോൾ അയാൾ മറ്റുള്ളവർ അയാളെപ്പോലെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി നമ്മുടെ തലച്ചോറിലുണ്ട്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ. അപ്പോൾ അവിടെയാണ് ശരിയായിട്ടുള്ള സ്നേഹം, പരിഗണന, ഉപദ്രവിക്കരുത് എന്നുള്ളൊക്കെ ചിന്തകൾ. നമ്മൾ മനുഷ്യരാകുന്നതൊക്കെ അങ്ങനെയാണ്. തലച്ചോറ് അതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നല്ല ആചാരങ്ങളൊക്കെ തലച്ചോറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുഴപ്പം എങ്ങനെ? ഇപ്പോൾ പല ആൾക്കാരും പറയുന്നു മദ്യം കഴിച്ചാൽ ഒരാൾ സ്വഭാവം മോശമല്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. മണ്ടത്തിലാണത്. തലച്ചോറിന് ഏത് രീതിയിൽ കേടുപറ്റി കഴിഞ്ഞാലും ഇത് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം അവിടെ നിന്ന് വരുന്നത്. അതുകൊണ്ട് കേടുപറ്റും. നമ്മുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ്, നമ്മുടെ സത്യസന്ധത ഇല്ലായ്മ, നമ്മുടെ ബുദ്ധിശക്തി, അതിജീവനം, നമ്മുടെ കൂടെയുള്ളവരെ പറ്റിയുള്ള ചിന്തകൾ, ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന പരിപാടികളാണ്. അതൊക്കെ കേടുപറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ അബ്സ്റ്റിനൻസിനെ പറ്റി പറഞ്ഞപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അബ്സ്റ്റിനൻസ്, ഈ ഇങ്ങനെ വിട്ടു നിൽക്കൽ, അതുമായിട്ട് അതുമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതിങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് മറ്റൊരു ആർത്തിയുടെ രൂപത്തിൽ മദ്യം കയറി വരുന്നതും ഒരാൾ റിലാപ്സ് ആകുന്നതും. അപ്പോൾ ആ റിലാപ്സിൽ നമുക്ക് രക്ഷപ്പെടുന്നതിന് നമുക്ക് നമ്മൾ ഈ വിട്ടു നിൽക്കലിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചില അവസ്ഥകൾ നമുക്ക് വന്നു ചേരണം. അതെന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് മാനസികമായിട്ടുള്ള സ്വസ്ഥത വേണം. പീസ്, മെൻ്റൽ പീസ്. ചിന്തകൾ എപ്പോഴും നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങണം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റണം. അതുപോലെ മദ്യാസക്തന് അതൊക്കെ ചികിത്സയുടെ ഭാഗമാണ്. അതുപോലെ ഈ അനിയന്ത്രിതം അസാധാരണമായിട്ടുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് തടയിടാനായിട്ടുള്ള മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കുമ്പോൾ ഒരു പകുതിയിലേറെ ആളുകൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും. പല ആൾക്കാരും പ്രോഗ്രാമിൽ വന്നിട്ട് ചില പഴമക്കാരൊക്കെ തെറ്റായ ചില അറിവുകളൊക്കെ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. മദ്യാസക്ത രോഗം മുന്നോട്ട് പോകുന്ന ഒരു രോഗമാണ്. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. മുന്നോട്ട് പോവുകയാണ്. അത് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വഭാവം എന്ന് വെച്ചാൽ ഒരു അടിമപ്പെടലാണ്. തലച്ചോറ് അടിമപ്പെടുകയാണ്. അതിനനുസരിച്ച് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. ഈ അടിമപ്പെട്ട അവസ്ഥയെപ്പറ്റി ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുമ്പോൾ, അപ്പോൾ അവിടെയുള്ള ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ള തൊട്ടിലിൽ കറങ്ങാൻ ഇഷ്ടപ്പെടുന്നു. അതൊരു പ്ലഷറാണ്. മദ്യം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ഉണ്ടാകുന്ന പോലത്തെ ഹൈ ഉണ്ട്, ഒരു ലോ ഉണ്ട്. അപ്പോൾ ആ തൊട്ടിൽ കറങ്ങി മുകളിൽ ചെല്ലുമ്പോൾ ഒരു ഭയങ്കര ഹൈ, ഒരു വല്ലാത്തൊരു അമിതമായ ഒരു ആവേശം ഉണ്ടാവും ആ തൊട്ടിൽ മുകളിൽ ചെല്ലുമ്പോൾ. പിന്നെ അത് താഴ്ന്നു വന്ന് ലോ ആകുമ്പോഴത്തേക്കും എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെ ഈ ഫീലിംഗ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ തൊട്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളതിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഹൈ മുകളിൽ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഹൈ ഫീൽ ചെയ്യുക. അപ്പോൾ മദ്യം കഴിച്ച ഒരാൾക്ക് ഒരു ഹൈ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആ മുകളിലവിടെ അയാൾക്ക് തോന്നുവാണ്. പിന്നെ അത് താഴേക്ക് വരുവാണ്. ആ തൊട്ടിൽ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരമാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ ശരീരത്തിലെ മദ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. ഇങ്ങ് താഴെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും, പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ മദ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ
മദ്യത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്രെയിനിന് ശരിക്കും പ്രവർത്തിക്കാൻ പറ്റാതാവും. അതിൻ്റെ സർക്യൂട്ടിനൊക്കെ കുഴപ്പം പറ്റും. അത് അസാധാരണമായിട്ടുള്ള ചില പ്രവൃത്തികളൊക്കെ ചെയ്യും. ചിലപ്പോൾ അത് വയലൻ്റ് ആവും, ചിലപ്പോൾ അതിൻ്റെ ശരീരം തന്നെ അതിന് നിലനിർത്തി പോകാൻ ബുദ്ധിമുട്ട് തോന്നും. ചിലപ്പോൾ ഡെലീറിയം, മതിവിഭ്രമം വരും, ബോധത്തിന് വ്യത്യാസം വരും, കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. ശരിക്കും സ്റ്റഡി ആയിട്ട് ബാലൻസ്ഡായിട്ട് ഇരിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല, നിക്കക്കള്ളി ഇല്ലാതാവും. അപ്പോൾ ആ അവസ്ഥ വരുമ്പോഴത്തേക്കും ഈ മദ്യത്തിന് അടിപ്പെട്ടെന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? കുറച്ച് മദ്യം കൊടുത്താൽ അതങ്ങ് മാറും. ശരീരം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാവും മദ്യം കൊടുത്താൽ സ്റ്റഡിയായി. അപ്പോൾ മദ്യം കഴിക്കുമ്പോൾ സ്റ്റഡി ആവുക, കുറഞ്ഞു പോകുമ്പോൾ അങ്കലാപ്പിലാവുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് വിഡ്രോവൽ എന്ന് പറയും. അത് ശാരീരികമാണ്, മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാക്കിയിട്ട് ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ പോകും. അയാൾ മായ കാഴ്ചകളൊക്കെ കാണും, തെറ്റായ ചിന്തകൾ വരും, അവൻ എന്നെ കൊല്ലാൻ വരണം തോന്നും, മറ്റൊരാളെ കൊല്ലണം തോന്നും, അല്ലെങ്കിൽ മരിക്കണം തോന്നും. അത് വളരെ തീവ്രമായ ഒരവസ്ഥയാണ് ഈ പിന്മാറ്റ ലക്ഷണം. അതിലുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും, എല്ലാ സ്വഭാവങ്ങളും വയലൻ്റ്, പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ മദ്യാസക്ത രോഗം പെട്ടെന്നും ലോങ് ടേം ആയിട്ട് ദീർഘകാലമായിട്ടും അയാൾക്കും അയാളുടെ കൂടെ ഉള്ളവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സൂക്കേട് തന്നെയാണ്. ഏത് നിമിഷവും മരണം ഉണ്ടാകാം, ഏത് നിമിഷവും വയലൻസ് ഉണ്ടാകാം. അത് അയാൾക്കും അയാളുടെ കൂടെയുള്ളവർക്കും അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ ഒരു ഹൈ റിസ്കിലാണ് അവർ ജീവിക്കുന്നത്, അയാളും അയാളുടെ കൂടെയുള്ളവരും. അപ്പോൾ ഇയാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്നില്ല. ഇതൊരു തൊട്ടിലാണെന്ന് വിചാരിക്കുക അയാളുടെ ശരീരം. അപ്പോൾ കുറേ കഴിയുമ്പോൾ അയാളൊരു ശരീരമുള്ള ഒരാളാണ്, ഒരു സാധാരണ ശരീരമുള്ള ഒരാളാണ്. അയാൾക്ക് മദ്യം കിട്ടാതാവും. ആ തൊട്ടിലല്ലേ ഇരിക്കുന്ന അയാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തു പറ്റും? അയാൾക്ക് സാധാരണ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സംഗതികളൊന്നും നിറവേറ്റപ്പെടാൻ പറ്റാതെ അയാൾ ഇങ്ങനെ ഒരു ആനന്ദമാർഗം അന്വേഷിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരും വരായികൾ നിലത്തിറങ്ങിയാലേ അയാൾക്ക് കക്കൂസിൽ പോകാനും മൂത്രമൊഴിക്കാനും ഭക്ഷണം കഴിക്കാനും പറ്റണമെങ്കിൽ അയാൾക്ക് നിലത്തിറങ്ങണ്ടേ. അയാളിങ്ങനെ ഒരു ഇമേജിൻ്റെ ഉള്ളിൽ, ഒരു സങ്കല്പ ലോകത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അയാളുടെ തലച്ചോറ് അബ്നോർമലാണ്. അപ്പോൾ അവിടെ നിന്നും അയാളെ നോർമൽ അവസ്ഥയിലേക്ക് ആ മെഷീൻ ഓഫാക്കണം. മെഷീൻ ഓഫാക്കിയാലേ അയാൾക്ക് താഴെ ഇറങ്ങാൻ പറ്റുള്ളൂ. താഴെ ഇറങ്ങിയിട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അതാണ് അബ്സ്റ്റിനൻസ്, വിട്ടുനിൽക്കൽ. അതാണ് ആ വിട്ടുനിൽക്കൽ കൂടി അയാളെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അയാൾ ചെറിയ കുട്ടിയെ പോലെ വാശി പിടിക്കുകയാണ്, എനിക്ക് ഇനിയും കറങ്ങണം. ശരിയാവില്ല അവിടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു തൊട്ടിലാട്ടം, അതിൽ നിന്നും അയാൾ മോചിതനാകാനുള്ള ഒരു ബുദ്ധിശക്തി അയാൾക്ക് ഉണ്ടാക്കിയെടുക്കണം. തന്നെയല്ല, ഇയാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മദ്യവും അയാളുടെ ഉള്ളിൽ കൂടി, രക്തത്തിൽ കൂടി വിവിധ അവയവങ്ങളിൽ കറങ്ങുന്നുണ്ട്. ഈ കറങ്ങിയിട്ട് മദ്യം കയറി ഇറങ്ങി പോകുന്ന എല്ലാ അവയവത്തിലും രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ ഹയർ ബ്രെയിൻ, ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങളല്ലാതെ ഹയർ ബ്രെയിൻ കൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും ബ്രെയിനിന് ഡാമേജ് വരും ഇയാൾക്ക്. ഇപ്പോൾ ഈ സെറിബെല്ലം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സെറിബെല്ലം ഈ കേന്ദ്ര നാഡീവ്യൂഹത്തിൽ ഈ സെറിബെല്ലാണ്. ഇപ്പം നിങ്ങൾ കൈ നിവർത്തിയിട്ട് കണ്ണടച്ച് നിങ്ങൾക്ക് മൂക്കിൻ്റെ അറ്റത്ത് വളരെ സുഖമായിട്ട് തൊടാൻ പറ്റും. ഒരു മദ്യാസക്തന് അത് സാധിക്കില്ല. മദ്യത്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് തീരെ തൊടാൻ പറ്റില്ല. ഈ സെറിബെല്ലത്തിന് അത് ഡീജനറേഷൻ, അത് ദ്രവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ നടത്തം തന്നെ അപകടത്തിലാവും. ഒന്നിലും അയാൾക്ക് കോർഡിനേഷൻ, ഒരു സുസംഘടിതമായിട്ടുള്ളൊരു ചലനം ഉണ്ടാവില്ല. ബാലൻസ് തെറ്റിപ്പോവും, കംപ്ലീറ്റ് ബാലൻസ് ഇല്ലാതാവും. അതുപോലെ തന്നെ അയാളുടെ കാലിൻ്റെയൊക്കെ ഞരമ്പുകൾ നിലത്ത് സ്പർശിച്ചാൽ സ്പർശനം അറിയില്ല. അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക്
പല വിഷമങ്ങളും നമ്മൾ അറിയാതിരിക്കാൻ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ BP കൂടുന്നുണ്ട്, അത് നമ്മൾ ചിലപ്പോൾ അറിയില്ല. പക്ഷെ മദ്യാസക്തൻ്റെ ഉള്ളിലെ ഈ തലച്ചോറിൽ ഈ ഓട്ടോമാറ്റിക് കൺട്രോളുള്ള സ്ഥലം, അവിടുത്തെ ഞരമ്പുകളൊക്കെ കുഴപ്പത്തിലാവും. അപ്പോൾ കുഴപ്പത്തിലാകുമ്പോഴത്തേക്ക് ഇയാളുടെ BP ഒക്കെ കൂടിക്കഴിഞ്ഞാലുള്ള പ്രത്യാഘാതങ്ങളൊന്നും നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് ഈ പിന്മാറ്റ ലക്ഷണത്തിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ വന്ന് കയറുന്ന ആളുണ്ടല്ലോ, അയാൾ BP വളരെ കൂടുതലാണെങ്കിൽ അയാൾ അതുകൊണ്ട് മരിച്ചു പോകാം. അയാൾ BP കൂടിയിട്ട് സ്ട്രോക്ക് വന്നിട്ട് തലച്ചോറിന് കുഴപ്പം പറ്റി അയാൾ മരിക്കാം. ഹാർട്ടിൻ്റെ മിടിപ്പ് കൂടിയിട്ട് ഹാർട്ട് പമ്പിങ് അസാധ്യമായിട്ട്, അല്ലെങ്കിൽ പമ്പിങ് റെഗുലർ അല്ലാതായിട്ട് മരിച്ചു പോകാം. ഇതൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതൊന്നും നമ്മളെ അറിയിക്കാറില്ല നമ്മുടെ ശരീരം. എന്താണ് ശരീരത്തെ അറിയിക്കാതെ, നമ്മൾ ഉപദ്രവം ഉണ്ടാക്കാതെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഭാഗം തലച്ചോറിലുണ്ട്. നമ്മളെ ശരീരത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഇതുണ്ട്. അതിനൊക്കെ കുഴപ്പം പറ്റും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ തലച്ചോറിൻ്റെ മുകളിൽ നമുക്ക് കൺട്രോൾ ഉണ്ടാകുന്നത്? എന്താണ്? നമ്മൾക്ക് അങ്ങനെ ശീലിച്ചു. നമ്മൾ ലഹരി ഉപയോഗിക്കുന്നില്ല, നമ്മളങ്ങനെ ശീലിച്ചു. അങ്ങനെ ശീലിച്ചപ്പോൾ നമ്മൾ തലച്ചോറ് നോർമലായിട്ടുള്ളൊരവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. അത് എപ്പോഴൊക്കെ അബ്നോർമൽ ആകുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ സ്വഭാവം അനിയന്ത്രിതവും അസാധാരണവുമാകും. ഇത്രയും കാര്യങ്ങൾ ഒരു AI പ്രോഗ്രാമിൽ വരുമ്പോൾ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് തോന്നേണ്ട വികാരം എന്താണ്? എനിക്ക് എങ്ങനെയെങ്കിലും ഈ മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു കാര്യം കൂടി, കേന്ദ്ര നാഡീവ്യൂഹത്തിൽ വരുന്ന മറ്റൊരു രോഗമാണ് ഈ കൊഴ്സാക്കോസ് സൈക്കോസിസ്. കൊഴ്സാക്കോ എന്ന് പറഞ്ഞ ഡോക്ടർ കണ്ടുപിടിച്ചാണ് കൊഴ്സാക്കോസ് സൈക്കോസിസ്. അപ്പോൾ ഭ്രാന്ത് പലതരത്തിൽ വരാം, ഇൻസാനിറ്റി. ഇപ്പോൾ അതിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B1, B6, B12, അതുപോലെ ഫോളിക് ആസിഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തലച്ചോറിൻ്റെ പണികളെ നിയന്ത്രിക്കുന്ന വൈറ്റമിൻസ് വളരെ പ്രധാനപ്പെട്ടാണ്. അതിൽ B1 കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മാനസിക രോഗം ഉണ്ടാകും, ഭ്രാന്ത് വരും. വെർണിക്കേസ് എന്ന് പറഞ്ഞ ഡോക്ടർ കണ്ടുപിടിച്ച ഒരു പ്രത്യേക രോഗമുണ്ട്. ആ രോഗം ഈ B1 കുറഞ്ഞു പോയിട്ട് ആൾ മരിച്ചു പോകുന്നൊരവസ്ഥയാണത്. അതിന് ഈ മദ്യാസക്തരിൽ അങ്ങനെയൊക്കെയുള്ള രോഗലക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തുമ്പോൾ ഡോക്ടർ ഉടനെ ഞരമ്പിൽ കൂടിയൊക്കെ ഈ B1 ഇഞ്ചക്ഷനൊക്കെ ഉടനെ എടുക്കും. പല കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് പെട്ടെന്നുള്ള മരണം സംഭവിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മൾ ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അതിനാണ് നമ്മൾ ഈ മീറ്റിംഗ് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. ഇതിൽ ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ, നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഓരോ മേഖലയിലുള്ള നമ്മുടെ പരാജയങ്ങൾ, ജീവിതം അസാധ്യമാകുന്നത്, അതായത് സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകൾ തകരാറാവുന്നത്, ജോലി സംബന്ധമായിട്ടുള്ള തകരാറ്, അതുപോലെ നമ്മുടെ ഫാമിലി സെപ്പറേറ്റ് ചെയ്യുന്നത്, സെപ്പറേഷൻ, ഭാര്യ ഭർത്തൃ ബന്ധം സെപ്പറേഷൻ ഉണ്ടാകുന്നത്, കുട്ടികൾ വിദ്യാഭ്യാസം ഇല്ലാതാകുന്നത്, സഹായം ഇല്ലാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ പല കുട്ടികളും മരിക്കുന്നു. നേരത്തെ ചികിത്സ കിട്ടാതെ എത്രയോ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരും. ഷെയറിങ് കൂടി കിട്ടുന്ന അനുഭവങ്ങൾ, അതിനൊരു സത്യത്തിൻ്റെ പ്രകാശമുണ്ട്, യാഥാർത്ഥ്യത്തിൻ്റെ ഒരു തിരിച്ചറിവുണ്ട്. അതുകൂടാതെ ഈ ശാസ്ത്രം, നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന ഈ ശാസ്ത്രം, അതൊരു എവിഡൻസാണ്, തെളിവാണ്. ആ തെളിവ് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഒരാൾ മദ്യത്തിൽ നിന്ന് വിട്ടു നിന്നാൽ അയാളുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നു, അയാളുടെ ശരീരത്തിന് മാറ്റം വരുന്നു, അയാളുടെ മനസ്സിന് മാറ്റം വരുന്നു, അയാളുടെ കഴിവിന് മാറ്റം വരുന്നു, അയാളുടെ ബന്ധങ്ങളിൽ മാറ്റം വരുന്നു. ഈ മാറ്റത്തെ അയാൾ ആസ്വദിക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയും അതിനെ ബലപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ വന്നിട്ടൊന്നും അയാൾക്ക് യാതൊന്നും തിരിച്ചു പിടിക്കാനില്ല. ഇപ്പോൾ ഇവിടെ അനുഭവങ്ങൾ പങ്കുവെച്ച സുഹൃത്തുക്കൾ, അങ്ങനെ തിരിച്ചു പിടിച്ച സുഹൃത്തുക്കൾ പറയുമ്പോഴാണ് ഒരു പ്രചോദനം ഉണ്ടാകുന്നത്.
പക്ഷെ ആ പ്രചോദനത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് മദ്യാസക്ത രോഗം. അത്ര കടുത്തതാണത്. അപ്പോൾ വളരെയധികം എനർജി ഇതിനു വേണ്ടി ചെലവഴിക്കണം തിരിച്ചു വരാനായിട്ട്. അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് വെറുതെ പ്രോഗ്രാമിനെ കബളിപ്പിക്കുക, അവനവനെ തന്നെ കബളിപ്പിക്കുക. രോഗം അത് തന്നെയാണ്. രോഗം അവനവനെ തന്നെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ഈ പ്രോഗ്രാമിൽ അവസാനമായിട്ട് പറയാനുള്ള, പലപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ പ്രോഗ്രാം ശരിക്കും അവനവനിൽ നടപ്പിലാക്കുന്ന കാര്യമാണ്. അതിന് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട സത്യസന്ധതയാണ്. അവനവനോടുള്ള സത്യസന്ധത. ട്രൂത്ത്ഫുൾ ടു വൺ സെൽഫ്. അവനവനോടുള്ള സത്യസന്ധത എന്താണത്? അവനവനെ രക്ഷപ്പെടുത്താനുള്ള ഈ അറിവ് നടപ്പിലാക്കുക. അതിൽ വഞ്ചന പാടില്ല. അതിൽ പടികളൊക്കെ അതിന് സഹായിക്കും. പടികൾ വ്യാഖ്യാനിക്കാൻ സഹായിക്കും. ഇപ്പം 4-ാമത്തെ പടി ഇതിന് സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി. എന്താണ് ധാർമ്മിക നിലവാരം? മദ്യം കഴിച്ചിട്ട് മദ്യം കഴിച്ചില്ലെന്ന് പറയുന്നത് ഒരു ധാർമ്മിക നിലവാരത്തെ വഴിതെറ്റിക്കുന്ന സത്യസന്ധത ഇല്ലായ്മയല്ലേ? അത് നടപ്പിലാക്കണം എന്ത് വേണം? അതിസൂക്ഷ്മത വേണം. അത് നടപ്പിലാക്കാതെ വരുമ്പോൾ ഭയം തോന്നും. എത്ര ഭംഗിയായിട്ടത് പറഞ്ഞേക്കണം. അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തും. അപ്പൊ ഇതിൽ വരുന്ന ഒരാൾക്ക് അവനവനോടുള്ള സത്യസന്ധത, എനിക്ക് സത്യസന്ധത. ഇതൊരു സെൽഫിഷ് പ്രോഗ്രാമാണ്. എനിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പരിപാടിയാണ്. ഞാനത് മറ്റാരുടെയും പരിപാടി ഞാൻ ഓർക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ രക്ഷപ്പെടാനായിട്ട് പ്രാഥമികമായിട്ടും ഞാൻ മുന്നിൽ കാണുന്നത് എന്നെ രക്ഷപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ സെൽഫിഷാണ്. എന്നെ രക്ഷപ്പെടുത്തലാണ്. മറ്റുള്ളവരൊക്കെ എന്താണെന്നൊന്നും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. ഞാൻ ആദ്യം രക്ഷപ്പെടുക. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരു ചെറിയ കുട്ടി കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ കുട്ടി കൂടെ ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി രക്ഷപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ചാൽ ആ ഓക്സിജൻ്റെ ഇത് തുറക്കാന്ന് വിചാരിച്ചാൽ അത് പമ്പര വിട്ടിട്ടില്ല. കാരണം ഇയാളത് തുറന്ന് വരുമ്പോഴത്തേക്കും ഇയാൾ രക്ഷപ്പെടില്ല. വൈകിപ്പോയാൽ രക്ഷപ്പെടില്ല. ഇയാൾക്ക് കുട്ടിയും രക്ഷപ്പെടുത്താൻ പറ്റില്ല. നേരെ മറിച്ച് അയാൾ ആദ്യം അത് തുറന്നിട്ട് അയാളെ രക്ഷപ്പെടുത്തുക. അപ്പോഴേ അയാൾക്ക് കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് കാര്യത്തിനും ഈ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം നമ്മളെ രക്ഷപ്പെടുത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളോടുള്ള ആ സത്യസന്ധത, നമ്മുടെ ബ്രെയിനിന് ഈ റിക്കവറിയിൽ കിട്ടുന്ന ആ വലിയ തിരിച്ചറിവ്, അതെന്താണെന്നറിയോ? നമ്മുടെ ബ്രെയിൻ തന്നെ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ബ്രെയിൻ തിരിച്ചു കിട്ടുവാണ്. നമ്മളെ ഏറ്റവും വലിയ അസറ്റ് നമ്മളെ തലച്ചോറാണ്. അതിന് പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മാനസിക രോഗിയായിട്ട് ഒരു ആയുസ് മുഴുവൻ ജീവിക്കുക, അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ ഒരു വശമൊക്കെ തളർന്ന് കിടന്ന് ജീവിക്കാം. അതെന്ത് ജീവിതം? നേരെ മറിച്ച് നമ്മൾ നമ്മളോട് സത്യസന്ധത കാണിക്കുമ്പോൾ നമ്മൾ ശരീരവും നമ്മൾ മനസ്സും രക്ഷപ്പെടുകയാണ്. അതിനുള്ള ആദ്യത്തെ ആ സത്യസന്ധതയിൽ ഇൻ്റലിജൻസ് കൂടി അടങ്ങിയിട്ടുണ്ട്. ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി അതിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കാത്ത ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. വെറും പൊട്ടന്മാരായിട്ട് മാനസിക രോഗികളായിട്ട് ആൾക്കാരെയൊക്കെ ഉപദ്രവിച്ചും ജയിലിൽ കയറി ഇറങ്ങി നടന്നും സ്വന്തം കൂട്ടുകാരനെ കടാരി കൊണ്ട് കുത്തിക്കൊന്നും ഒക്കെ അങ്ങനെ എത്രയോ ദിവസം കേൾക്കുന്ന പരിപാടികളാണ്. അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും. ഇത് വളരെ മഹത്തായ ഒരു പ്രശ്നമാണ്. ഈ രക്ഷപ്പെടൽ ഒരു മഹത്തായ സംഭവമാണ്. അതുപോലെ ഓണസ്റ്റി കഴിഞ്ഞാൽ ഇൻ്റലിജൻസ്, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന സമാധാനം, താൽക്കാലികമെങ്കിലും ഒരു പ്രശാന്തമായിട്ടുള്ളൊരു മനസ്സ് തിരിച്ചു കിട്ടും പ്രവർത്തിക്കാൻ. നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ രക്ഷപ്പെടുത്തുകയാണ് ബെസ്റ്റ് പോളിസി. ഇപ്പോൾ എനിക്ക് സംഭവിച്ച ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ എന്താ വേണ്ടേ? ഒരു സമാധാനമുള്ള മനസ്സ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊരു സമാധാനമുള്ള മനസ്സ്. ആ മനസ്സിന് കൂട്ടുകാരുടെ സഹായം വേണം. ചിലപ്പോൾ നല്ല കൂട്ടുകാരുടെ
വീട്ടുകാരുടെ സഹായം വേണം, ഡോക്ടറുടെ സഹായം വേണം, കൗൺസിലറുടെ സഹായം വേണം. അതിനൊന്നും ഒരു ലജ്ജയും ഒരു എന്താ പറയണ ആരും അറിയുമെന്നോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സഹായം കിട്ടും. അത് സ്വീകരിക്കണം. അങ്ങനെ സോബർ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ 24 മണിക്കൂർ പ്രോഗ്രാം നടപ്പിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്നുള്ള ചിന്ത മാത്രം, അതിൽ കൂടെ ശരീരവും മനസ്സും മെച്ചപ്പെടുത്തി നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ല റിലാക്സേഷൻ, അതൊരു റിപ്പയർ വർക്കായിട്ട് കണക്കാക്കണം. ഒരു ശരീരത്തിനും മനസ്സിനും റിപ്പയറാണ്. അതിൽ കൂടി നമ്മൾ ഒരു പുതിയ ജീവിതം തിരിച്ചു പിടിക്കാൻ പോവാണ്. അങ്ങനെയാണ് നമുക്കൊരു ഉത്തരവാദിത്തമൊക്കെ നമുക്ക് വരുന്നത്. നമ്മൾ ജീവിതത്തെ ശരിക്കും ഒരു കണ്ണാടിയിൽ എന്ന വണ്ണം നമ്മളെയും മറ്റുള്ളവരെയും നോക്കി കാണാൻ തുടങ്ങുന്ന ആ സമയത്താണ്. അപ്പം അവരുടെ വികാരങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആളുകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങും. അപ്പം നമ്മളാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രക്ഷപ്പെടേണ്ട വ്യക്തി എന്ന് നമുക്ക് എപ്പോഴും ത്രൂ ഔട്ട് ദ ലൈഫ്, ഈ ജീവിതം മുഴുവനും നമുക്കത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ വന്ന എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു മാർഗം സ്വീകരിച്ച് 24 മണിക്കൂർ വിട്ടു നിന്ന് മെച്ചപ്പെടുത്തി കഴിവ് തിരിച്ചു പിടിച്ച് പലപ്പോഴും സാധാരണ ആളുകളെക്കാളും മെച്ചപ്പെട്ടൊരു ബ്രെയിൻ, മെച്ചപ്പെട്ട ചിന്തകൾ, മെച്ചപ്പെട്ട തോന്നലുകൾ, മെച്ചപ്പെട്ട വികാരങ്ങൾ, ബുദ്ധിശക്തി, ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ പല പഴമക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവരുടെ സാമൂഹ്യ ജീവിതമായ അവരുടെ സാമ്പത്തിക അവസ്ഥകളൊക്കെ മെച്ചപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. അതവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.